നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. റോബിൻ ബസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ ഇതാ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ് റോബിൻ ബസ്. മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷിന് വിട്ടു നൽകാൻ കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. നിയമലംഘനത്തിന് ചുമത്തിയ പിഴയായ 82,000 രൂപ അടച്ചതിന് പിന്നാലെയാണ് നടപടി. പിഴയടച്ചാൽ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ ബസ്സിന് കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പിഴത്തുക അടച്ചതിനു ശേഷം ബസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറായില്ല എന്ന് കാട്ടിയാണ് ബേബി ഗിരീഷ് കോടതിയെ സമീപിച്ചത്. അടുത്ത ആഴ്ച മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് ഗിരീഷ് വ്യക്തമാക്കി. പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസമായിരുന്നു. വണ്ടിഭ്രാന്തന്മാരുടെ എല്ലാം മനസ്സിലാക്കിയ റോബിൻ ബസ് സംഭവങ്ങൾ അരങ്ങേറിയത് വളരെ വിവാദവുമായിരുന്നു. പെർമിറ്റ് ലംഘനം നടത്തിയെന്ന കുറ്റം ചുമത്തി കേരളം, തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പുകൾ ഒരുപോലെ പിടിച്ചെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്തതാണ് റോബിൻ ബസിനെ. ബസിന്റെ സംരക്ഷണം, ബസ് ഉടമയ്ക്ക് കിട്ടേണ്ട നീതി എന്നൊക്കെ പറഞ്ഞ റോബിൻ ബസ് ഫാൻസ് അസോസിയേഷനുകളും ബസ് ഉടമ ഗിരീഷ് ഫാൻസ് അസോസിയേഷനുകളും കേരളത്തിൽ മുളച്ചു പൊങ്ങി. നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് 2 തരത്തിലാണ് വാഹനങ്ങൾ ഓടുന്നത്. ഒന്ന് കോൺട്രാക്ട് കാരേജും മറ്റൊന്ന് സ്റ്റേജ് കാരേജും. മുൻകൂർ വാടകയ്ക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് എടുക്കുന്ന തരം വാഹനങ്ങളാണ് കോൺട്രാക്ട് കാരേജുകൾ. ഇവ ബോർഡ് വെച്ച് ട്രിപ്പ് നടത്താൻ പാടില്ല. യാത്രക്കിടയിൽ സ്റ്റാൻഡിൽ കയറുകയോ ഓരോ സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റിയിറക്കുകയോ ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുകയോ ചെയ്യാനും അനുവാദമില്ല. എന്നാൽ സ്റ്റേജ് കാരേജുകളിൽ, അതായത് പകലോ രാത്രിയോ എന്നില്ലാതെ ബോർഡ് വെച്ച സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റി പോകുന്ന ബസ്സുകൾക്ക് ഇതൊക്കെയാകാം. അതേസമയം വിദ്യാർത്ഥികൾക്കും അംഗപരിമിതമുള്ളവർക്കും യാത്രാ സൗകര്യങ്ങൾ നൽകുവാനും ഇവർ ബാധ്യസ്ഥരാണ്. ഒരു സ്റ്റേജ് കാരേജിന് താൽക്കാലികമായി സ്പെഷ്യൽ കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ലഭിക്കാൻ മോട്ടോർ വാഹന നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കോൺട്രാക്ട് കാരേജുകൾക്ക് താൽക്കാലികമായി പോലും സ്റ്റേജ് കാരേജ് പെർമിറ്റ് നൽകാൻ അനുവാദമില്ല. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് ഇതുവരെ ടൂറിസ്റ്റ് ബസ്സുകൾ ഓടിയിരുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും വേറെ നികുതി അടയ്ക്കണമായിരുന്നു. ആ സൗകര്യം ഒഴിവാക്കാനായിട്ടാണ് 2023 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടം കൊണ്ടുവരുന്നത്. അത് പ്രകാരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും നികുതി അടച്ച കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ബസ് ഉടമയ്ക്ക് 3 ലക്ഷം രൂപ വർഷം പെർമിറ്റ് ഫീസ് അടച്ചാൽ മതി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലൂടെയും തന്നെ ബസ് ഓടിക്കാം. ഈ പുതിയ നിയമത്തിലെ ചില വ്യവസ്ഥകൾ പ്രകാരം നിലവിൽ കോൺട്രാക്ട് കാരേജ് ആയ തന്റെ ബസ്സിനെ ബോർഡ് വെച്ച സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റി സ്റ്റേജ് കാരേജ് പോലെ ഓടിക്കാം എന്നാണ് റോബിൻ ബസ് ഉടമ ഗിരീഷ് അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ പുതിയ നിയമത്തിൽ പറയുന്നില്ല എന്ന് തുടർച്ചയായി വണ്ടി തടഞ്ഞും പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കിയിരുന്നു. തർക്കം എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള നിയമ പോരാട്ടത്തിന് ശേഷമാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്.